അപ്പോൾ ഗായ്സ്, നമ്മളും മറൈൻ എക്സ്പോയിൽ എത്തിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടിയാണ് മറൈൻ എക്സ്പോയിൽ പോയത്. ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ അനിയത്തി. ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ റോബോട്ടിനെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്താണ് കാര്യമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഒരു പട്ടീനെ കണ്ടു, റോബോട്ട് പട്ടി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ പൂങ്കുല പോലെ കിടക്കണ ഈ പൂങ്കുലകൾ എനിക്ക് പറിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നു, പക്ഷേ പറിക്കാൻ പറ്റത്തില്ല. നല്ല രസമുണ്ട് അത് കാണാൻ. വീടിൻ്റെ അതിലേക്ക് തൂക്കിയിടാം. എൻ്റെ അനിയത്തെ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി, എന്തിനാണോ എന്ത്. പിന്നെ ഞങ്ങൾ അന്റാർട്ടിക്കയിലെത്തി. അന്റാർട്ടിക്കയിലാകട്ടെ ദേണ്ട ഒരാന, പിന്നെ വറ്റിക്കിടക്കണ ഓണത്തിലെ കുറേ താമരകളും. ആ ആനേനെയാണ് എൻ്റെ അനിയത്തി നോക്കുന്നത്, എന്തിനാണോ എന്തോ. ഞങ്ങളങ്ങനെ അന്റാർട്ടിക്ക ഫുള്ളും ചുറ്റിക്കണ്ട്. ആളുകളില്ലാത്ത വീടിൻ്റെ വഴക്കേ കൂടെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങനെ ഞങ്ങൾ ആപ്പിൾ മരവും കുറേ പൂന്തോട്ടവും ഒക്കെ കണ്ട് മീനുകളെ കാണാൻ പോയി. ഈ വീഡിയോയിൽ 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ 1ാമത്തെ പാർട്ട്. 2ാമത്തെ പാർട്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ മീനുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കെല്ലാത്തിനും ഇഷ്ടപ്പെട്ടു. ഷാർക്ക് ഉണ്ടെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷേ ഷാർക്കിനെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും കണ്ടു. ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ മീനുകളെന്ന് വെച്ചാൽ നമ്മൾ അണ്ടർ വാട്ടറിൽ പോയെന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരിത്. കുറേ മഞ്ഞ കളറുള്ള മീൻ, ഇവരെല്ലാം കൂടെ തന്നെ ഇവിടെ നിൽക്കണത്. പിന്നെ ഞങ്ങൾ കടലിൻ്റെ അടിത്തട്ടിലോട്ട് പോയി. ഈ മീൻ എന്താ ചത്തു കിടക്കുവാണോ? അല്ല, ജീവനുണ്ട്. ഈ മീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കറി വെച്ച് തിന്നായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് പോയി. അവിടെയാണെങ്കിൽ കുറേ മീനുകൾ കൂട്ടത്തോടെ ഇരിക്കുന്നു. അതിനെന്താ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണോ അവിടെ. പിന്നെ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഇതിനകത്ത് കയറി. നമ്മൾ ആഴക്കടലിൽ പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. അവിടെയും കുറേ മീനുകളുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ മീനുകളെ എല്ലാത്തിനെയും നോക്കി അതിൻ്റെ അകത്തൂടെ വന്നു. എനിക്ക് ഈ മീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, മേടിക്കായിരുന്നു.